എൻ്റെ ബിസിനസ്സിന് തിരിച്ചടികൾ മാത്രം വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു ട്വിസ്റ്റ് അത് പറയാം. പിന്നെന്താ, ഭും എന്നൊരു സൗണ്ട് കേട്ടു. ഞാനിങ്ങനെ പെട്ടെന്ന് ഇതെന്താണെന്ന് ചെവി ഇങ്ങനെ വട്ടം പിടിക്കുന്ന സമയത്തേക്ക് ഒരു ബോംബ് പൊട്ടുന്ന ഒരു ഠോന്നൊരു സൗണ്ടും കൂടെ കേട്ടു. പെട്ടെന്ന് എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു, പക്ഷേ ലൈറ്റ് കത്തുന്നില്ല. 10 വർഷം കഴിഞ്ഞ് മാഡം ആ PC മാറുമ്പം ആ PC എനിക്ക് വർക്കിംഗ് ആണെന്നും അതെനിക്ക് തിരിച്ചു തന്നു. ഇപ്പോഴും എൻ്റെ കയ്യിൽ അതുണ്ട്. 3 കോടിക്ക് മുകളിൽ നമ്മുടെ കയ്യിൽ നിന്ന് പല രീതിയിലായിട്ട് നഷ്ടം സംഭവിച്ചു. എനിക്ക് ഓരോ സമയത്ത് അടുത്ത സ്റ്റേജിലേക്ക് നമ്മുടെ കൂടെ സാറിനെ പോലെയുള്ള ആൾക്കാരുള്ളതാണ് എൻ്റെ ബലം. നമ്മൾക്ക് വേണ്ടിയിട്ടൊരു നല്ല സോഫ്റ്റ്വെയർ, ഈഗിൾ സോഫ്റ്റ്വെയർ താങ്കളാണത് ഡെവലപ്പ് ചെയ്തത്. വളരെ സന്തോഷമുണ്ട്. കാരണം മാതൃഭൂമി വരുന്ന ഒരു വാക്യം എഴുതി വെക്കും. അതിനകത്ത് അന്ന് എഴുതിയേക്കുന്ന വാക്യം ഇതായിരുന്നു: ഒരിക്കലും വീഴാതിരിക്കുന്നതിലല്ല, ഓരോ തവണ വീഴുമ്പോഴും പിടഞ്ഞെഴുന്നേൽക്കുന്നതിലാണ് കാര്യം. ശരിക്കും ഞാൻ അത് വായിച്ചപ്പം ഞാൻ ആ ഫ്ലോറിൽ നിന്നൊരു ജമ്പിങ് ആയിരുന്നു. അങ്ങനെ ഓരോ തവണ തകർച്ചയിലും ഇത് എൻ്റെ ഓർമ്മയിലേക്ക് വരും. എങ്ങനെയാണ് ഇത്രയും പോസിറ്റിവിറ്റി സ്വയം ഉണ്ടാക്കാൻ സാധിക്കുന്നത്, മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നത്? ഒരു തൊഴിൽ ചെയ്ത് സ്വന്തമായൊരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹമുള്ള നിരവധി പേരുള്ള നാടാണ് നമ്മുടെ സ്വന്തം കേരളം. തൊഴിൽ ചെയ്യുന്ന സമയത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്ന ആഗ്രഹമില്ലാത്തവരുണ്ടാവില്ല. പക്ഷേ പലർക്കും അതിനാവാറില്ല. ചിലരുണ്ട്, അത് തുടങ്ങും, പക്ഷേ തിരിച്ചടികൾ തുടരെ വരും. പക്ഷേ തിരിച്ചടികൾ വരുമ്പോൾ പതറാതെ ഓരോ തവണയും വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് പൊരുതാൻ ധൈര്യം കാണിക്കുന്നവരാണ് നല്ല സംരംഭകർ. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഒരു സംരംഭം തുടങ്ങി നിരവധി തിരിച്ചടികൾ ഉണ്ടായിട്ടും ജീവിതത്തിലെല്ലാം പോസിറ്റീവായി കാണുന്ന ഒരു സംരംഭകനാണ് എന്നോടൊപ്പം സ്പാർക്കുള്ള കഥ പറയാൻ സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിലിരിക്കുന്നത് എൻ്റെ സഹോദര തുല്യനായ, എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായ ഷിജു കെ ബാലൻ. ഷിജു, സ്വാഗതം സ്പാർക്കിലേക്ക്. നമ്മൾ ഈഗിളിൻ്റെ വേദിയിൽ കണ്ടുമുട്ടുന്നതിനോടൊപ്പം തന്നെ നിരവധി യാത്രകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൂടി നമ്മൾ ചൈനയിൽ നിന്ന് എത്തിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ. ആ കഥകളൊക്കെ ഇങ്ങനെ നൊസ്റ്റാൾജിയ പോലെ ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് നിങ്ങളെ ഈ ഹോട്ട് സീറ്റിൽ കൊണ്ടുവന്നിരുത്തി ഇത് പ്രേക്ഷകരുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ എനിക്കറിയാമായിരിക്കാം, പക്ഷേ പ്രേക്ഷകർക്ക് അറിയില്ലല്ലോ നിങ്ങളെ. ഷിജുവിൻ്റെ നാട് എവിടെയാണ്? എൻ്റെ നാട്, ഞാൻ ജനിച്ചത് എരുമേലിയിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ ഇടകടത്തി എന്ന ഗ്രാമത്തിലാണ്, ഒരു പമ്പയാറിൻ്റെ തീരത്താണ്. അതിനുശേഷം ആലപ്പുഴ വന്ന് കല്യാണം കഴിച്ച് ഇപ്പോൾ എറണാകുളത്ത് താമസമാക്കിയത്. പഠനമൊക്കെ എന്തായിരുന്നു? പഠനം 10ാം ക്ലാസ് വരെ നമ്മുടെ നാട്ടിൽ തന്നെയായിരുന്നു. അതിനുശേഷം വടകര മോഡൽ പോളിയിലാണ് പഠിച്ചത്. പോളിടെക്നിക് ആയിരുന്നു. അത് ശരി. താങ്കളുടെ പിതാവ് എന്തെങ്കിലും ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ? അച്ഛൻ്റെ കുടുംബക്കാരെല്ലാം ബിസിനസ്സാണെന്ന് ചോദിച്ചാൽ ചെറിയ ചായക്കട, പലചരക്കട, അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഫാദർ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അച്ഛനെ എൻ്റെ കൂട്ടുകാർ മേജർ ബാലാജി എന്നായിരുന്നു വിളിച്ചത്. അത് ശരി. അതെന്താണ്? എന്താണെന്ന് വെച്ചാൽ പെങ്ങളുടെ കല്യാണത്തിൻ്റെ സമയത്ത് അച്ഛൻ്റെ ഓരോ ആക്ഷനോ അല്ലെങ്കിൽ സംസാരമൊക്കെ കേട്ടിട്ട് ആ സ്ട്രിക്റ്റാണെന്നുള്ള സംഭവം വെച്ചിട്ട് എന്നെ കൂട്ടുകാരെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്നിട്ട പേരാണ് മേജർ ബാലാജി എന്നത്. അതിനകത്തൊരു കഥ പറയാനായിട്ട് സമയമുണ്ട്. ഞാൻ സാറിനോട്, ഞങ്ങൾ ഈ ചായക്കടയാണെന്ന് ഞാൻ സാറിനോട് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഈ നമ്മൾ ചെറുപ്പമായിരുന്നു 10ാം ക്ലാസ് വരെയൊക്കെ സമയത്ത് ക്രിക്കറ്റ് കളിക്കാനായിട്ടാണ് തൊട്ട് പോകും. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ്, 4 മണിക്ക് ശേഷമാണ് കളി. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഈ പലഹാരം, ചെറിയ എണ്ണക്കടി ഉണ്ടാക്കുന്ന സമയമാണ്. അപ്പം ഈ സുഖീനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതെല്ലാം ഉരുട്ടി വെച്ചിട്ട് വേണം പോകാനായിട്ട്. ചെറുപയറാണ്. അപ്പോൾ ഈ ചെറുപയർ ഉരുട്ടുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്, നല്ല ചൂടോടെ അത് ഉരുട്ടിയില്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. കൈ കൊള്ളുന്ന പരിപാടിയാണ്. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് ഉരുട്ടി വെച്ച് അവിടുന്ന് കൂട്ടുകാർ പുറത്തുനിന്ന് വിളിച്ചിട്ട് അവർ പോയി. അപ്പോൾ എനിക്കും പോകണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉരുട്ടി, അച്ഛൻ എല്ലാം റെഡി ആയിട്ടുണ്ട്, ഞാൻ പോകണമെന്ന് പറഞ്ഞു, നിൽക്കാൻ പറഞ്ഞ് അച്ഛനൊന്ന് എണ്ണി നോക്കിയപ്പം 19 എണ്ണേ ഉള്ളൂ. ശരിക്കും 25 എണ്ണം കണ്ടാണ് 1 കിലോയ്ക്ക് വരണ്ടേ. അപ്പോൾ അങ്ങനെ 50 എണ്ണത്തിന് പകരം ഇത് 38 എണ്ണം കണ്ടേ ഉള്ളൂ. തിരിച്ചെന്നെ മൊത്തം അഴിച്ച് മാറ്റി ഉരുട്ടിച്ചിട്ടാണ് പുള്ളി വിട്ടത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പണിയെടുക്കേണ്ട സമയത്ത് പണിയെടുപ്പിച്ചിട്ടും കളിക്കാനും വിടും, പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യിച്ചിട്ടായിരുന്നു. നിങ്ങൾ എത്ര മക്കളാണ്? ഞങ്ങൾ 2 പേരാണ്. എൻ്റെ ചേച്ചിയാണ്, ഷീന എന്നാണ് പേര്. അപ്പോൾ ഡിപ്ലോമ തിരഞ്ഞെടുക്കാൻ എന്തായിരുന്നു മേഖല?
ഒന്ന് കാര്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് 95-ലാണ് ഞാൻ ഡിപ്ലോമയ്ക്ക് പോകുന്നത്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഒക്കെ ചോദിച്ചപ്പോൾ ഈ കമ്പ്യൂട്ടർ അന്ന് ഭയങ്കര ബൂം ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അത് പഠിച്ചിറങ്ങിയാൽ 10,000 രൂപയുടെ ജോലി എന്നൊക്കെയുള്ളൊരു ഇതുണ്ട്, വലിയ കാര്യമാണ്. അപ്പം കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, എനിക്കാണെങ്കിൽ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തുകൂടിയില്ല. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊന്നുണ്ടായിരുന്ന ഒരു പുന്നൂസ് എന്ന് പറഞ്ഞ ചേട്ടനൊരു ഹാർഡ്വെയർ ഷോപ്പുണ്ട്, പെയിൻറ്റ് അതൊക്കെ ചെയ്യുന്നത്. അതാണ് ഹാർഡ്വെയർ എന്നാണ് എൻ്റെ വിചാരം. പിന്നെ ലൈബ്രറിയിൽ പോയി വായിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അതിന് പോയത്. അങ്ങനെ ഒരു ജോലി കിട്ടണം, കാരണം അച്ഛനെ ഇനി സഹായിക്കണം, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നുള്ളൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഡിഗ്രിക്ക് പോകാതെ ഡിപ്ലോമയ്ക്ക് പോകാൻ കാര്യം. അപ്പോൾ ജോലി കിട്ടിയോ? ജോലി ആദ്യം പഠിച്ചിറങ്ങിയ സമയത്ത് ക്യാമ്പസ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ക്യാമ്പസ് ഇൻ്റർവ്യൂ കിട്ടിയില്ല. അവിടുന്ന് നേരെ നമ്മൾ വീട്ടിലൊരു 15 ദിവസം ഇരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ബിനു കുഴുവേലി എന്ന് പറഞ്ഞൊരു കൂട്ടുകാരുണ്ടായിരുന്നു. അവൻ വിളിച്ചിട്ട് എന്നോട് എറണാകുളത്ത് വരുവാണെങ്കിൽ നിനക്ക് ജോലി തരാം. അപ്പോൾ ഞാൻ അങ്ങനെ എറണാകുളത്ത് ചെന്നു. അവന് ശമ്പളമില്ല, എൻ്റെ കൂടെ ഞാനും ശമ്പളമില്ലാതെ നമ്മുടെ ഇതിനകത്ത് പറയുന്നുള്ള, ഞാനിപ്പോൾ ഇളയപ്പൻ്റെ കൂടെയാണ്. ഇളയപ്പൻ എന്താ അവിടെ ജോലി? ഇളയപ്പൻ വെറുതെ നടക്കാം, സിനിമ ഡയലോഗ്. അതേ രീതിയിൽ ഞാൻ അവിടെ ചെന്ന് ഫ്രീ ആയിട്ട് ഒരു 2-3 മാസം വർക്ക് ചെയ്തപ്പോൾ എനിക്ക് വേറെ ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനിയിലേക്ക് ഒരു ജോലി കിട്ടി. അവിടെ ഒരു 4-5 മാസത്തോളം വർക്ക് ചെയ്തു. എന്ത് ജോലിയായിരുന്നു അത്? കമ്പ്യൂട്ടറിൻ്റെ അസംബിൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പം അത് രവിപുരത്തായിരുന്നു. ആദ്യ ശമ്പളം എത്രയാണ് കിട്ടിയത്? ആദ്യ ശമ്പളം 300 രൂപയായിരുന്നു. അത്രയുണ്ടായിരുന്നു? 300 രൂപ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അത് കൊച്ചിയിൽ അത് ശരിക്കും അതൊരു വലിയ ഇതായിരുന്നു. അന്നേരം എൻ്റെ പെങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെ, അതും സിനിമാ ഡയലോഗ് തന്നെയായിരുന്നു, മലപ്പുറം കത്തി തോക്ക് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഈ പറയുന്ന പൈസ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് തന്നെയല്ല, വീട്ടിൽ നിന്ന് പൈസയും കൂടെ വാങ്ങിക്കേണ്ടി വരുമായിരുന്നു. ഒക്കെ അത് എനിക്ക് എൻ്റെ മനസ്സിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയതാണ്. പക്ഷേ എങ്കിലും അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു 6 മാസം കൊണ്ട് 1200 രൂപയോളം ശമ്പളമായിരുന്നു. അങ്ങനെയാണ് നമുക്ക് അന്ന് ആദ്യം ക്യാമ്പസ് ഇൻ്റർവ്യൂ നടത്തിയ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് രണ്ടാമത്തെ വേക്കൻസി വന്നപ്പോൾ നമ്മളെ വിളിച്ചു. അതൊരു വഴിത്തിരിവായിരുന്നു. എന്ത് ജോലിയായിരുന്നു അത്? വിപ്രോയുടെ ഫ്രാഞ്ചൈസി ആയിരുന്നു. പക്ഷേ പ്രൂഡൻ്റ് എന്നായിരുന്നു കമ്പനിയുടെ പേര്. കോട്ടയം ആസ്ഥാനമാക്കിയ ഒരു 6 ജില്ലയോളം അന്ന് പ്രൂഡൻ്റ് നോക്കിക്കൊണ്ടിരുന്നത്. അത് BSNL, ഒരുവിധ എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകൾ, മിൽമ, അങ്ങനെ മേജർ കസ്റ്റമേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സർവീസിംഗ് ആണോ? അതിൻ്റെ സർവീസിങ്, കമ്പ്യൂട്ടർ സർവീസിംഗ്. കമ്പ്യൂട്ടർ മാത്രമല്ല, സെർവർ, അതിൻ്റെ പ്രിൻ്റർ, അങ്ങനത്തെ LIC ഒരു മേജർ കസ്റ്റമറായിരുന്നു ഞങ്ങളുടെ. അതുപോലെ തന്നെ LICയിൽ അപ്പോൾ ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ സാറ് കണ്ടിട്ടുണ്ടാകും, നമ്മൾ പണ്ട് റെയിൽവേ സ്റ്റേഷനൊക്കെ പോയിട്ട് ടിക്കറ്റ് എടുക്കേണ്ട ഒരു ഡം ടെർമിനൽ പോലൊരു സാധനം, അതുപോലത്തെ ടെർമിനൽസ് വെച്ചിട്ടാണ് നമ്മുടെ LICയിലൊക്കെ ബില്ലടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനത്തെ അതിൻ്റെ കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം അത് നോർമൽ ഒരു വീടുകളിൽ പോയുള്ള കമ്പ്യൂട്ടർ പോലെ ആയിരുന്നില്ല, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് നല്ലൊരു എക്സ്പോഷറും ട്രെയിനിങ്ങും ഒക്കെ കിട്ടി. ശരിക്കും തന്നെ ഞാൻ ആക്കിയത് എനിക്ക് ആ പ്രൂഡൻറ്റ് കിട്ടിയ ജോലിയാണെന്ന് തന്നെ. എത്ര വർഷം അവിടെ ഒരു 3.5 വർഷം ഉണ്ടായിരുന്നു. അത് വിപ്രോയാണ് ഞങ്ങൾക്ക് ബാംഗ്ലൂർ കൊണ്ടുപോയി 1 month ട്രെയിനിങ് തന്നു. അതിനുശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അഡ്വാൻസ്ഡ് ട്രെയിനിങ് 1 month തന്നു. അങ്ങനെ ട്രെയിനിങ് പലതും അറ്റൻഡ് ചെയ്തിട്ടാണ്. പിന്നീട് എന്താണ് ചെയ്തത്? അവിടുന്ന് ആണ് പെങ്ങളുടെ 2001 പെങ്ങളുടെ കല്യാണം ആയിരുന്നു. ആ സമയത്ത് ഞാൻ ആലപ്പുഴ BSNL വർക്ക് ചെയ്യണം. അപ്പോൾ അവിടുന്ന് ആ കല്യാണം ആലപ്പുഴ BSNL വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ആലപ്പുഴ BSNL വിപ്രോയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് അവിടെ അതാണ് ചാർജ്. BSNL ആണ് നോക്കേണ്ടത്. അപ്പോൾ ആലപ്പുഴ ജില്ല മൊത്തം നോക്കിക്കൊണ്ടിരുന്നത് നമ്മളാണ്. അപ്പോൾ അവിടുന്ന് വന്ന് കല്യാണത്തിന് ഞാൻ പോയി. അപ്പോൾ എൻ്റെ ആ കല്യാണത്തിന് വന്നപ്പോഴാണ് അച്ഛനെ അവർ കൂട്ടുകാരൊക്കെ മേജർ ബാലാജി എന്ന് കളിയാക്കി വിളിച്ചത് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ കല്യാണത്തിന് ഒരു ഏകദേശം 1,60,000 രൂപയോളം കടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് 1,60,000 എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല. പക്ഷേ അന്നത്തെ എനിക്ക് ശമ്പളം 3,250 രൂപയാണ്. അതിലൊരു ഏകദേശം ഒരു 1,500 രൂപയോളം നമുക്ക് ചിലവ് വരും. പിന്നെ 1,750 രൂപ അത് വീട്ടിൽ കൊടുക്കണം. വീട്ടിലെ ചിലവും കഴിഞ്ഞിട്ട് ഒരു 250 രൂപ പോലും മിച്ചം പിടിക്കാൻ പറ്റില്ല. അത് ഈ 250 എത്ര വർഷം കഴിഞ്ഞാലാണ് 1,60,000 വീട്ടാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധി ഉണ്ടായിരുന്നു. അപ്പോഴാണ് വീണ്ടും നമ്മളുടെ മുമ്പേ പറഞ്ഞ കുഴുവേലി എന്ന് പറയുന്ന കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു, എയർപോർട്ടിൽ എയർ ഇന്ത്യയുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ് DDORG എന്ന് പറഞ്ഞൊരു കമ്പനി എടുത്തിട്ടുണ്ട്, ബറോഡ ബേസ് കമ്പനിയാണ്. അപ്പോൾ ഞാൻ BSNL ചെയ്ത് കൊടുക്കുന്ന അതേ സെയിം വർക്കൊക്കെ തന്നെയാണ് അവിടെയും ചെയ്യേണ്ടത്. അപ്പോൾ അവൻ ആ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എന്നോട് കൂടെ വരണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ആലപ്പുഴ വിട്ടുപോകാൻ മടിയായിരുന്നു. പക്ഷേ ഒരു സാഹചര്യത്തിൽ അത് ഈ കടമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കത് പോകേണ്ടി വന്നു. അങ്ങനെ ഞാൻ എയർപോർട്ടിലേക്ക് മാറുക ചെയ്തത്. എയർപോർട്ടിൽ കൊച്ചിൻ എയർപോർട്ടിലേക്ക് സിയാലിലേക്ക്. എൻ്റെ സിയാലിൻ്റെ ഇതായിട്ടല്ല, എയർ ഇന്ത്യയുടെ ഗ്രൗണ്ട് ഹാൻഡിലേക്ക് എടുത്തിരിക്കുന്നത് ORG എന്ന് പറയുന്ന കമ്പനിയാണ്. അതിൻ്റെ സ്റ്റാഫായിട്ട് അവിടെ ചെന്നു. ഓക്കെ. അപ്പോൾ ജോലി മാറി അവിടത്തേക്ക്. ഓക്കെ. അപ്പോൾ ആ ജോലി എങ്ങനെ പോയി? ആ ജോലി എന്ന് പറയുന്നത് ആദ്യം ഭയങ്കര രസകരമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പുതിയ ചലഞ്ചിങ് ആയിട്ടുള്ള സാധനം. കാരണം 3.5 വർഷമായിട്ട് ആലപ്പുഴ BSNL വർക്ക് ചെയ്യുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എയർപോർട്ടിലേക്ക് വന്നപ്പം അവിടെ ടൈമിനാണ് വാല്യൂ. കാരണം വെച്ചാൽ ഒരു
ഫ്ലൈറ്റ് പോകുമ്പോൾ മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് എടുത്ത് ഇതിനകത്ത് കൊടുക്കണം. അപ്പോൾ 5 മിനിറ്റുള്ളിൽ ഡിലേ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പെനാൽറ്റി ഉണ്ട് കമ്പനിക്ക്. അപ്പോൾ അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ആദ്യത്തെ ഒരു 3 മാസം എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം പഠിച്ചിട്ട് അതിൻ്റെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. അപ്പോൾ അതെനിക്കൊരു ചലഞ്ചിങ് ആയിരുന്നു. അത് ഏറ്റെടുത്ത് അത് ചെയ്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് ബോറിങ് ആകാൻ തുടങ്ങി. കാരണം ഒരേ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന ക്യാഷ്വൽ ലേബേഴ്സ് ആയിട്ടുള്ള അതായത് സ്ഥലം പോയിട്ട് ജോലി കൊടുത്ത ആൾക്കാരുണ്ട്. അവരെ നമ്മൾ ഈ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വർക്കുകൾ അവരെ പഠിപ്പിച്ചു. എന്നിട്ട് അവർക്കത് ചെയ്യാൻ പറ്റും. അതുപോലെ ഞങ്ങൾ സ്റ്റാൻഡ് ബൈ ആയിട്ട് മെഷീൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും അവിടെ ചെയ്ത് റെഡിയാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഈ മെഷീൻ എടുത്ത് മാറ്റി വെച്ചിട്ട് റെഡിയാക്കും. എന്നിട്ടും പറ്റിയില്ലെങ്കിലേ ഞങ്ങളെ വിളിക്കുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു 3-2 സമയവും ഫ്രീ ആകാൻ തുടങ്ങി. പക്ഷെ താങ്കൾ അതിന് മുമ്പ് ചെയ്തിരുന്ന ജോലി എന്ന് പറഞ്ഞാൽ ആസ്വദിച്ച് ചെയ്തിരുന്നൊരു കാര്യമായിരുന്നു. അന്നെന്ന് പറഞ്ഞാൽ ഈ ആലപ്പുഴ ജില്ല മൊത്തം സഞ്ചരിക്കണം, പല പല കംപ്ലൈൻ്റ് ആണ് വരുന്നത്. പല BSNL താങ്കൾക്ക് നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ട്. നല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചോദിച്ചാൽ ഈ ഒരു ദിവസം അവിടെ 3 ഡ്യൂട്ടി ഒന്നിച്ചെടുത്തിട്ട് തിരിച്ച് ഞാൻ ആലപ്പുഴയ്ക്ക് പോകും. ആലപ്പുഴയ്ക്ക് ചെന്നിട്ട് അവിടെ ആലപ്പുഴ BSNLൊക്കെ ചെന്ന് അവരുമായിട്ട് വർത്താനം പറഞ്ഞ് അവിടുത്തെ വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുക, ബന്ധമുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, ഷിജുവിന് അങ്ങനെയാണെങ്കിൽ ഒരു കമ്പനി തുടങ്ങിക്കൂടെ എന്നിട്ട് ചോദിച്ചു. അപ്പോൾ സ്പാർക്ക്. പക്ഷേ എനിക്കത് അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളങ്ങനെ ചിന്തിച്ചിട്ടില്ല. അച്ഛനൊക്കെ കച്ചവടം ഉണ്ടായിരുന്നെങ്കിൽ പോലും നമുക്കതിനെ അങ്ങനെ ഒരു കമ്പ്യൂട്ടർ കച്ചവടം ചെയ്യാമെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എന്താ പറയുക, പിന്നെ അവർ എൻ്റെ കമ്പനിക്ക് ഒരു പേരിട്ട് തന്ന് കോംടെക് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ അലക്സാർ എന്ന് പറഞ്ഞാൽ BSNL സാറാണ് ഇട്ട് തരുന്നത്. കോംടെക് സിസ്റ്റംസ്, കമ്പ്യൂട്ടർ സിസ്റ്റംസ് എന്നുള്ള രീതിയിലാണ് ഈ കോംടെക് എന്നുള്ള രീതിയിലാണ് പേരിട്ടത്. ഞങ്ങൾ YMCA പോയി ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ പേര് സാർ എനിക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ എന്നോട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മൂലധനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഇതായിരുന്നു. അന്ന് ഇവിടെ നിന്ന് 7500 കിട്ടുന്നുണ്ടെങ്കിൽ ഈ കടം എല്ലാം ഉള്ളതുകൊണ്ടും പ്രശ്നമാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു 2-3 കൂട്ടുകാരെയും കൂടെ കൂട്ടി ഒരു ഹരികുമാർ എന്ന ഒരാളെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇപ്പം നമ്മൾ 2 പേർക്കും സർവീസ് ചെയ്യത്തുള്ളൂ, സെയിൽസ് ആയിട്ട് ചെയ്യാനില്ല, അതുകൊണ്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ വേറെ ഈ പറയുന്ന ബിനു കുഴുവേലി, പിന്നെ വേറെ 2 പേരെയും കൂടെ കൂട്ടി ഇത് 20,000 രൂപ വെച്ചിട്ട് ഒരാളാണ്. അങ്ങനെ 80,000 രൂപയായിരുന്നു മൂലധനം, ഒരാളുടെ 20,000 രൂപ. അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ആ പെങ്ങളെ കല്യാണം കഴിച്ചിട്ട് കടം വീട്ടാൻ ഒരു ചിട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് സമയത്ത് ആ കിട്ടിയ സമയത്ത് ഞാൻ ചോദിച്ചു, ആ പൈസ എനിക്ക് അദ്ദേഹം തന്നു. അങ്ങനെ അതാണ് എൻ്റെ ആദ്യത്തെ മൂലധനം. അപ്പോൾ നിങ്ങൾ 4 പേരാണ് തുടങ്ങുന്നത്? 4 പേരായിട്ടായിരുന്നു തുടങ്ങുന്നത്. അത് 2 പേർക്ക് ഗവൺമെൻറ് ജോലി കിട്ടി, പിന്നെ ഒരാൾ ഗൾഫിന് പോയി. അപ്പോൾ BSNL വർക്ക് കിട്ടിയോ നിങ്ങൾക്ക്? BSNL വർക്ക് അത് കിട്ടി. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അതും കഥയാണ്. നമുക്കൊരു ഇവർ ടെൻഡർ വിളിച്ച സമയത്ത് എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 6 മാസം എന്ത് ചെയ്തു, വിപ്രോയുടെ കോൺട്രാക്റ്റ് കഴിഞ്ഞിട്ട് ഒരു 6 മാസത്തേക്ക് ഒരു ടെൻഡർ വിളിക്കാതെ ഞാനും എൻ്റെ 2 പേരെയും കൂടെ ആൾക്കാരെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ സർവീസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എക്സ്പീരിയൻസ് അത് നമ്മൾ കാണിച്ചു. അപ്പം എൻ്റെ കോമ്പറ്റീഷനായിട്ട് വന്നത് HCL, വിപ്രോ, PCS അങ്ങനെ വലിയ കമ്പനികളാണ്. അപ്പോൾ നമുക്കതനുസരിച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് വളരെ താത്ത റേറ്റ് കോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ആണ് നമുക്ക് ആ ബന്ധമുള്ളത് കൊണ്ടാണ് അത് കിട്ടുന്നത്. ആ ബന്ധമുള്ളത് നല്ല തുടക്കം തന്നെയായിരുന്നു. അങ്ങനെ പോയി അത് പിന്നെ അത് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. അപ്പം സർവീസ് കഴിഞ്ഞപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സെയിൽസിലേക്ക് കടക്കാം എന്ന് കരുതി. അങ്ങനെ എൻ്റെ ആദ്യത്തെ PC എന്ന് പറയുന്നത് 2002 സെപ്റ്റംബർ 21 ഇത് ചെയ്യുന്നത്. നമ്മളുടെ കമ്പനി തുടങ്ങുന്നതെങ്കിലും ഫസ്റ്റ് PC വിൽക്കുന്ന എനിക്ക് തോന്നുന്നു ഉഷ എന്ന് പറഞ്ഞൊരു ഉഷ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ BSNL SD ആയിരുന്നു. ഇവർക്കൊക്കെ എന്നെ ഭയങ്കര കാര്യമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാനത് ചെറിയ പയ്യനാണ്, ഒരു സ്വന്തം അനിയനെ പോലെ അല്ലെങ്കിൽ മകനെ പോലെ പല രീതിയിൽ ആൾക്കാർ കാണുന്നത്. അപ്പോൾ ആ PC എനിക്ക് വന്ന് ഒക്ടോബർ നവംബർ ആ സമയത്തെങ്ങാണ്ടാണ് ആദ്യത്തെ PC ഞാൻ വിൽക്കുന്നത്. അപ്പോൾ മാഡം എന്നെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് എനിക്ക് 41,500 രൂപ ഇത് പിന്നെ അഡ്വാൻസ് ആയിട്ട്, കാരണം നമുക്ക് എറണാകുളത്തുനിന്ന് കടം കിട്ടില്ല. അപ്പോൾ അന്ന് അസംബിൾ ചെയ്യാനുള്ള സാധനം വാങ്ങിക്കണമെങ്കിൽ എറണാകുളത്ത് അൾട്രസ്ക്ലെയർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് അത് വാങ്ങിക്കുന്നത്. അത് വാങ്ങിച്ച് മാഡത്തിൻ്റെ വീട്ടിലൊരു ടാക്സിയൊക്കെ വിളിച്ച് ഞാൻ കൊണ്ടുവന്ന് അങ്ങനെ അവിടെ വെച്ചിട്ട് അത് അസംബിൾ ചെയ്യായിരുന്നു. അതായിരുന്നു എൻ്റെ ഒന്നാമത്തേത്. അതിനകത്ത് പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അത് പറയാം. പിന്നെന്താ, അത് സാറിനറിയാലോ, നമ്മൾ ഒരു എൻ്റെ ഒന്നാമത്തെ PC ആണ്, ആദ്യം നിലവിളക്ക് എത്തിച്ച് തരികയാണ്. അപ്പോൾ ആ സാധനം കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം മാഡത്തിനെയും കൊണ്ട് തന്നെ അത് ഞാൻ ഇനാഗ്രേഷൻ ചെയ്യിക്കണം. അപ്പോൾ മാഡത്തിനോട് ഐശ്വര്യമായിട്ട് ഓണാക്കാൻ പറഞ്ഞു. മാഡം പറഞ്ഞു വേണ്ട ഷിജു തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതാരും ചെയ്താലും ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞു. മാഡം അത് ഞാൻ വിട്ടില്ല, മാഡം അത് ഉറപ്പായിട്ടും ചെയ്യണം. ഞാൻ മാഡം ഇങ്ങനെ പ്രസ് ചെയ്തു, ഒന്ന് ചെയ്തു, ഓണായില്ല, ഒന്നുകൂടി ചെയ്ത് പ്രസ് ചെയ്ത് ഓണായില്ല. അപ്പം ഞാൻ ഒന്നുകൂടി ടൈറ്റ് ചെയ്ത് കൊടുത്തു, കാരണം ലൂസ് കണക്ഷനാണ്. അപ്പം മോണിറ്ററൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്ത് എല്ലാം ചെയ്തിട്ട് ഒന്നുകൂടി പ്രസ് ചെയ്ത് വന്നില്ല. അപ്പം പിന്നെ ടെൻഷനാകാൻ തുടങ്ങി. പിന്നെ ഓരോന്നോരോന്നായിട്ട് അഴിച്ചു, മൊത്തത്തിലഴിച്ച്. പിന്നെ നമ്മൾ ജഗതി അതിനകത്ത് KNK ഓട്ടോമൊബൈൽസിനകത്ത് കാണുന്നത് മൊത്തത്തിലഴിച്ച്
നോക്കി അത് റെഡിയാകുന്നില്ല. പിറ്റേ ദിവസം ഇങ്ങോട്ടേക്ക് വന്നത് ടാക്സിയൊക്കെ വിളിച്ചാണ് അങ്ങോട്ട് ബസ് കയറി മെഷീൻ മാത്രമായിട്ട് മോണിറ്ററൊന്നും ഇല്ലാതെ തിരിച്ചു കൊണ്ടുപോയപ്പോഴാണ് അവിടെ ചെന്നപ്പോഴാണ് അവർ പറയുന്നത് അവർ RMA വെച്ചത്, അതായത് ഡിഫക്റ്റീവായിട്ടൊരു മെമ്മറി അയക്കാൻ വെച്ചതാണ് നമുക്ക് തന്നെ. ആ മെമ്മറി മാറ്റിയിട്ടപ്പോഴേ ശരിയായി. പക്ഷേ അതിനകത്ത് എടുത്ത് പറഞ്ഞ ഒരു സാധനം സാറേ, 10 വർഷം കഴിഞ്ഞ് മാഡം ആ PC മാറുമ്പം ആ PC എനിക്ക് വർക്കിംഗ് ആണെന്നു അതെനിക്ക് തിരിച്ചു തന്നു. ഇപ്പോഴും എൻ്റെ കയ്യിൽ അതുണ്ട്. ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. മാഡം എന്നിട്ട് രണ്ടാമത്തെ PC എടുത്തത് എൻ്റെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ ആദ്യം ഒരു ചെറിയ തിരിച്ചടി ഉണ്ടായിരുന്നുള്ളൂ, അത് അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല എന്നുള്ളതാണ് താങ്കളുടെ. പിന്നീട് അടുത്ത എന്താ ചെയ്തത്? അവിടുത്തെ ഞാൻ ഇതിൻ്റെ ഒരു ബാക്കിയായിട്ട് തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ ബിസിനസ്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതുപോലത്തെ തിരിച്ചടികൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അതിൽ 1-2 തിരിച്ചടികൾ ഞാൻ സാറിനോട് പറയുമ്പോൾ അതിൻ്റെ ഇതിന് കിട്ടും. ഒരു സംരംഭം എന്നുള്ള സാറ് വിട്ടിട്ട് നമ്മൾ ഒരു മനുഷ്യനെ പറ്റി ഏറ്റവും ഒരു രക്ഷപ്പെടണമെന്ന് ആഗ്രഹം, ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുക എന്നായിരിക്കും വലിയ ആഗ്രഹം. ജോലി കിട്ടണം. അതിനുവേണ്ടി ഞാൻ പഠിക്കാൻ തയ്യാറായി. അപ്പോൾ 1995 ജൂലൈ 17-ാം തീയതി തിങ്കളാഴ്ച നല്ല മഴയുള്ള ഒരു ദിവസം, അതായത് കർക്കിടക മാസമാണല്ലോ. അത് ഞാൻ ഇറങ്ങാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴുണ്ട് ആരോ പുറയെന്ന് പറഞ്ഞാൽ വലതുകാലം വെച്ച് ഇറങ്ങുന്നത്. എന്നോട് മാത്രമല്ല എല്ലാവരോടും കൂടെ ആയിരിക്കും. ഞാനപ്പം വെച്ച കാല് മാറ്റിയിട്ട് പെട്ടെന്ന് വലതുകാലം വെച്ചിറങ്ങിയതാണ്. ആ വെച്ച കാലങ്ങ് തെന്നിപ്പോയിട്ട് നടുവടിച്ച് വീണ് എൻ്റെ വാച്ച് കൊച്ചച്ചൻ വാങ്ങിച്ചു തന്നായിരുന്നു. 10ാം ക്ലാസ് നല്ല മാർക്ക് വാങ്ങിച്ചതിന് അത് 3ആയിട്ട് പൊട്ടി, ഷർട്ടൊക്കെ മാറി അത് പോയി. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തത് എന്താണ്, ഈ കമ്പനി തുടങ്ങുന്ന കേസ് പറഞ്ഞത്. അതിൻ്റെ നമ്മളിതുപോലെ തന്നെ ഒന്നാമത്തെ ഫസ്റ്റ് PC തന്നെ ഇതായിപ്പോയി. മൂന്നാമതൊരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും അവൻ്റെ ലൈഫിലെ പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കും? കല്യാണം, വിവാഹമാണ്. സാർ പറഞ്ഞ കറക്റ്റാണ്. അപ്പോൾ വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഏതാണ്? ഫസ്റ്റ് നൈറ്റ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നൈറ്റ് ഞങ്ങളപ്പോൾ എല്ലാവരും ഇതുപോലെ കയറ്റി വിട്ടു, പാലൊക്കെ തന്നു, അതൊക്കെ കുടിച്ചു. അപ്പോൾ ഞങ്ങളൊരു 10 മാസം പ്രേമിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കഥയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു ലൈറ്റ് ഓഫ് ചെയ്താൽ നമുക്ക് കിടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റൂമിൽ 2 കട്ടിലുണ്ട്. ഒന്നാമത്തെ കട്ടിൽ ഞങ്ങൾ കിടക്കുന്നത്, രണ്ടാമത്തെ കട്ടിൽ ഒന്ന് ബന്ധുക്കളൊക്കെ റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടല്ലോ. അപ്പം ഒരു മെത്ത പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ ചുമ്മാ വർത്താനം പറഞ്ഞ് കിടക്കുമ്പോൾ ഒരു ഭും എന്നൊരു സൗണ്ട് കേട്ടു. ഞങ്ങളിങ്ങനെ പെട്ടെന്ന് ഇതെന്താണെന്ന് ചെവി ഇങ്ങനെ വട്ടം പിടിക്കുന്ന സമയത്തേക്ക് ഒരു ബോംബ് പൊട്ടുന്ന ഒരു ഠോന്നൊരു സൗണ്ടും കൂടെ കേട്ടു. പെട്ടെന്ന് എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു, പക്ഷേ ലൈറ്റ് കത്തുന്നില്ല. അന്നേരമാണ് എല്ലാവരും ഓടി വന്ന് ഞാൻ കഥ തുറന്ന് നോക്കുമ്പോൾ ഉണ്ട് ഈ ബൾബ് മോളി നൂരി കട്ടിലേക്ക്, പ്ലാസ്റ്റിക് കട്ടില, അതേ വീണിട്ട് കുത്തി ബൗൺസ് ചെയ്ത് ആദ്യത്തെ ഭൂം കേട്ടതാണ്. എന്നിട്ട് ഇതായി നിലത്ത് വീണ് പൊട്ടി. അപ്പോൾ ശരിക്കും അന്നേരം ഒരു ഷോക്കുണ്ടായി. അത് മുന്നോട്ട് പോയി. ഇതിന് ശേഷം ഇതിനെ പോസിറ്റീവായിട്ട് എങ്ങനെ എടുക്കുന്നത് ഞാൻ ചോദിച്ചാൽ 2006 മാർച്ച് 25 എൻ്റെ മോനുണ്ടായി. ആ മോന് ഒരു സ്പെഷ്യൽ ചൈൽഡാണ്. എനിക്കറിയാം, മിടുക്കനാണ് അവൻ. സാർ എപ്പോഴും എന്നോട് എപ്പോൾ കണ്ടാലും എന്നോട് ഫസ്റ്റ് സാർ അവനെ കുറിച്ചാണ്. കാരണം നമ്മൾ ഇവിടെ പരിപാടി നടത്തി, പ്രോഗ്രാം നടത്തി, ഡാൻസ് സാറിൻ്റെ. അപ്പോൾ അന്ന് ഞാൻ ആലോചിച്ച് എന്തുകൊണ്ട് എൻ്റെ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ, നമ്മൾ കല്യാണം കഴിഞ്ഞൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ആദ്യത്തെ കുട്ടിയാണ്, വളരെ പ്രതീക്ഷയോടെ വന്നപ്പം. പക്ഷേ ഞങ്ങൾ അവനെ വളരെ സന്തോഷത്തോടെ എല്ലാവരും, അവൻ്റെ അമ്മൂമ്മയാണെങ്കിലും എല്ലാവരും ഞങ്ങളെല്ലാം അവനെ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എന്തുകൊണ്ട് ദൈവം അങ്ങനെ തന്നു എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 5-6 മാസം, അവനൊരു 6 മാസം പ്രായമൊക്കെയുള്ള സമയത്താണ് ശരിക്കും എൻ്റെ ബിസിനസ്സിന് തിരിച്ചടികൾ മാത്രം വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, അതായത് എന്താ പറയുക, നിർത്തണോ അതോ ഇതെല്ലാം എൻ്റെ വഴി എന്നൊക്കെ തോന്നിയിരിക്കുന്നത്. കാരണം കിട്ടുന്ന ഓർഡർ പോലും നമ്മുടെ വായിക്കൊണ്ട് വച്ചേക്കുന്ന സാധനം തിരിച്ചെടുത്തുകൊണ്ട് പോകുന്ന രീതിയിലേക്ക് വർക്കുകളൊക്കെ പോകുന്നു, ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഓരോരോ എല്ലാ തരത്തിലും പ്രശ്നങ്ങളാണ്. അപ്പോഴാണ് ഞാനിങ്ങനെ ഒരു ദിവസം ഓഫീസിലേക്ക് കയറി വരുമ്പോൾ എല്ലാ ദിവസവും ബോർഡിൽ ഞങ്ങൾ വൈറ്റ് ബോർഡുണ്ട്. വൈറ്റ് ബോർഡിൽ ഇങ്ങനെ അമ്പിളി എന്ന് പറഞ്ഞ സ്റ്റാഫുണ്ട്, എൻ്റെ ആദ്യത്തെ സ്റ്റാഫാണ്. പുള്ളിക്കാലത്ത് 10 വർഷത്തോളം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാലത്ത് ഇങ്ങനെ എല്ലാ ദിവസവും മാതൃഭൂമി വരുന്ന ഒരു വാക്യം എഴുതി വെക്കും. അതിനകത്ത് അന്ന് എഴുതിയേക്കുന്ന വാക്യം ഇതായിരുന്നു: ഒരിക്കലും വീഴാതിരിക്കുന്നതിലല്ല, ഓരോ തവണ വീഴുമ്പോഴും പിടഞ്ഞെഴുന്നേൽക്കുന്നതിലാണ് കാര്യം. ശരിക്കും ഞാനത് വായിച്ചപ്പം ഞാൻ ആ ഫ്ലോറിൽ നിന്നൊരു ജമ്പിങ് ആയിരുന്നു. അങ്ങനെ ഓരോ തവണ തകർച്ചയിലും ഇത് എൻ്റെ ഓർമ്മയിലേക്ക് വരും. അങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതേ രീതിയിൽ തന്നെ ഈ 2 വർഷം, ശരിക്കും 2023 ഒക്ടോബറിനും മെയ്ക്കും ഇടയ്ക്ക് നമ്മുടെ കമ്പനി ഒന്നെങ്കിൽ പൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ ഇതെല്ലാം നിർത്തിയിട്ട് അവിടെയൊക്കെ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. എല്ലാം തിരിച്ചു പിടിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിക്കാനായിട്ട് ദൈവം തന്നെ പറഞ്ഞു വിടുമെന്ന് നമ്മൾ സംസാരിച്ചല്ലോ സാർ.
അതിൽ എനിക്ക് ഏറ്റവും ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മുടെ BSNL നിന്ന് നോക്കിയാണ് രാജേന്ദ്രൻ സാറ്, കമല മാഡം, അലക്സ് സാറ്, വിദ്യാ സാറ്, അങ്ങനെ പണിക്കർ സാർ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇതിലൊക്കെ എടുത്തു പറയേണ്ട ഒരാളുണ്ട്. ശരിക്കും ദൈവം പറഞ്ഞു വിട്ടല്ല, ദൈവം നേരിട്ടിറങ്ങി വന്നാണോ എന്ന് പോലും തോന്നിയ സമയമാണത് എന്നെ സംബന്ധിച്ച്. അദ്ദേഹം മറ്റാരുമല്ല, ബാലഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു സാറാണ്. അദ്ദേഹം ചീഫ് മാനേജറായിരുന്നു SBTയുടെ SSI ബ്രാഞ്ചിൻ്റെ. കാരണം എനിക്ക് ലോൺ കിട്ടിയാലേ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റൂ എന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ആദ്യത്തെ മൂലധനം നമ്മൾ 20,000 രൂപയാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു 30 സെൻറ്റ് വിറ്റിട്ട് അച്ഛനൊരു 3.5 ലക്ഷം രൂപ തന്നു. അതിനുശേഷം വീട് സ്ഥലവും വിറ്റിട്ട് ഒരു 4 ലക്ഷം രൂപ തന്നു. ഈ 4 ലക്ഷം രൂപയും തന്ന് ബാക്കിയെല്ലാം തീർന്ന് ഈ 4 ലക്ഷം ഒരു മിനിമം ബാലൻസ് ആയിട്ട് വെച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിലും അടുത്ത BSNL ഒരു ടെൻഡറിൽ അപ്പിയർ ചെയ്യണമെങ്കിൽ ഒരു 25 ലക്ഷം രൂപയുടെ ടെൻഡറാണ്. ഒരു 10-14 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സാധനം എടുത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ഞാൻ ബാങ്കുകളെല്ലാം കയറി നടന്നിട്ടും ഒരു ലോണും തരുന്നില്ല. അച്ഛനാണെങ്കിൽ ഉണ്ടായിരുന്ന വസ്തു മൊത്തം വിറ്റ് ഒന്നുമില്ലാതെ, അദ്ദേഹത്തിന് പേഴ്സില്ല, ബാങ്ക് അക്കൗണ്ടിൽ ഒന്നുമില്ലാതെ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയാണ്. ആ സ്റ്റേജിൽ ആരും ലോൺ തരാനില്ല. വളരെ ഇതായിട്ട് എൻ്റെ കൊച്ചച്ഛൻ പറഞ്ഞു, എന്നാൽ കൊച്ചച്ഛൻ്റെ സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ബാങ്കിൽ ചെന്ന് മാനേജറെ കാണുമ്പം അത് ഞങ്ങൾ പോയി കണ്ടു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതും സാധ്യതയില്ല. അപ്പം ഞാനത് വളരെ വിഷമിച്ച് ഇങ്ങനെ താഴെ എൻ്റെ 2 കണ്ണും നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അത് വാലുവേറ്ററായിട്ടൊരു നാരായണൻ സാർ ഉണ്ടായിരുന്നു. സാറ് വന്നിട്ട് പറഞ്ഞു, മാനേജറെ ഒന്ന് കയറി കാണ്, എന്തെങ്കിലും ഒരു ഓപ്ഷൻ കാണുമെന്ന് പറഞ്ഞു. ഞാൻ കയറി വളരെ വ്യസനത്തോടെ ഇരിക്കുമ്പോൾ സാർ പറഞ്ഞു, ഷിജു CGTMS എന്നൊരു സ്കീമുണ്ട്, അത് വെച്ചിട്ട് ഞാനൊരു 10 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. ശരിക്കും എനിക്കന്നേരം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ദൈവം നേരിട്ടിറങ്ങി വന്ന് എൻ്റെ ഫ്രണ്ടിലിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. ഇദ്ദേഹം അതിനുശേഷം ട്രാൻസ്ഫറായി പോകുന്ന സമയത്ത് 25 ലക്ഷം രൂപ അന്ന് CGTMSയുടെ മാക്സിമം. അത്രയും പൈസയും നമുക്ക് ഇതാക്കി തന്നു. എന്നിട്ട് എനിക്കൊരു ഉപദേശം തന്നു, ഷിജു എൻ്റെ മകനാണെങ്കിൽ പോലും ചിലപ്പോൾ ഞാനിത് കൊടുക്കണമെന്നില്ല, പക്ഷേ തല മറന്നൊരിക്കലും എണ്ണ തേക്കരുതെന്ന് പറഞ്ഞു. ഇദ്ദേഹം ശരിക്കും ഞങ്ങളുടെ 20th ഇയർ സെലിബ്രേഷന് അദ്ദേഹം റിട്ടയർ ആയിട്ട് 8-10 വർഷമായിട്ടുണ്ടാവും. എന്നിട്ടും ട്രിവാൻഡ്രത്ത് നിന്ന് ട്രാവൽ ചെയ്ത് നമ്മുടെ പരിപാടിക്ക് തലേ ദിവസമേ വന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ സാറിനെ ഈ സമയത്ത് ഞാൻ വളരെ സന്തോഷത്തോടെ ഓർക്കുവാണ്. താങ്ക് യു സാർ. ഞാൻ തിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ അങ്ങനെ ആ കമ്പ്യൂട്ടർ ബിസിനസ് ചെയ്തു. പിന്നീട് എന്താണ് ചെയ്തതെന്ന്? കമ്പ്യൂട്ടർ ബിസിനസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്നെ ഞാൻ സാറിനോട് കഴിഞ്ഞു ഒരു ആളെ ഏറ്റവും സാറിനെ തൃപ്തിപ്പെടുത്താൻ എൻ്റെ ഒരു വിശ്വാസപ്രകാരം 2 കാര്യത്തിലാണ് സാറിന് എനിക്ക് മതി, അല്ലെങ്കിൽ ഞാൻ തൃപ്തനായി എന്ന് പറയണമെങ്കിൽ ഉള്ള 2 കാര്യങ്ങൾ. ഒന്ന് നമ്മുടെ ഫുഡാണ്. നന്നായിട്ട് കൊടുത്താൽ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് രാജാക്കന്മാരൊക്കെ പട്ടും വളയും ഊരി കൊടുക്കാമെന്നൊക്കെ പറയും. രണ്ടാമത്തെ എന്താണ്? സർവീസാണ്. ശരിക്കും നല്ലൊരു സർവീസ് കൊടുത്താൽ സാറ്, എനിക്ക് തോന്നുന്നത് നമ്മളൊരു മോണിറ്റർ സാറിന് ഒരു സമയത്ത് എത്തിച്ചു തന്നു എന്ന് പറഞ്ഞ് സാറ് കുറേ ട്രെയിനിങ്ങുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എത്രയോ പേരുടെ സാർ അവരുടെ ഫോട്ടോ എടുത്ത് സാറിനൊരു സർവീസ് കിട്ടിയാൽ സാറ് ഹാപ്പി മാത്രമല്ല അവരെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ 2 ഫീൽഡ്, അത് ആദ്യത്തെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ചായക്കടയായിരുന്നു പറഞ്ഞു. രണ്ടാമത്തെ സർവീസാണ്. അപ്പോൾ സർവീസിലേക്ക് തന്നെ തിരിച്ചു വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് 2020 പ്ലാൻ ചെയ്ത് നവംബർ മാസത്തിൽ ഈ നമ്മുടെ IT ഞങ്ങളുടെ ഇതിന് വേണ്ടിയിട്ട്, ബിസിനസ്സിന് വേണ്ടിയിട്ട് സർവീസിനൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ടൊരു സോഫ്റ്റ്വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പുറത്തുള്ള 2-3 കമ്പനിയായിട്ടും സംസാരിച്ചിട്ട് ഒരു 1.5 വർഷത്തോളം അവരുമായിട്ടൊക്കെ സംസാരിച്ച് ചെയ്ത് എനിക്ക് മനസ്സിലായി അത് 5 ലക്ഷത്തെ തുടങ്ങിയത് അവർ ലാസ്റ്റ് ബഡ്ജറ്റ് 86 ലക്ഷം രൂപ വരെ പറഞ്ഞു. അപ്പം എന്തുകൊണ്ട് ഇത് നമുക്ക് തന്നെ ചെയ്ത് കൂടാമെന്നൊരു തോന്നൽ വന്നിട്ട് അത് തന്നെ ഒരു 40 ലക്ഷം രൂപ വരെ ആയിരുന്നു എൻ്റെ ബഡ്ജറ്റ്. അങ്ങനെ അത് സ്വന്തമായിട്ട് ആ സോഫ്റ്റ്വെയർ ആയിട്ട് ഞങ്ങൾ 2-3 പേര് കൂടി ഒരു സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങി. ആ സോഫ്റ്റ്വെയർ കമ്പനി അത് മാക്ടൺ ഗ്ലോബൽ കൺസൾട്ടൻസി എന്നാണ് അതിൻ്റെ പേര്. അത് തുടങ്ങി ഏകദേശം ഒരു കഴിഞ്ഞ 2022 23 ഫെബ്രുവരിയിൽ അതിൻ്റെ ഫസ്റ്റ് ലോഞ്ചിങ് ആയിരുന്നു. ഓൺസൈറ്റർ എന്നാണ് ആ പ്ലാറ്റ്ഫോമിൻ്റെ പേര്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ സാധനം സക്സസ് ആയില്ല. കാരണം അവർ 1.5 വർഷം എന്നോട് പല രീതിയിൽ ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന 2 പേര് അവരെനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. പക്ഷേ അവരെ സംബന്ധിച്ച് അത് ഒരു പരീക്ഷണ കളരിയായിരുന്നു. എന്നെ സംബന്ധിച്ച് അതെൻ്റെ ഒരു ലൈഫിൻ്റെ നമ്മുടെ ജീവിതമാണ്. തൊഴിലായിരിക്കാം. അതെ. അപ്പോൾ അത് അവർ ജോലിയിൽ നിന്നുകൊണ്ടാണ് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കുറേ ആൾക്കാരുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം എൻ്റെ ആയിരുന്നു. കുറേ നഷ്ടം വന്നു. അതിനകത്ത് ഏകദേശം ഒരു 65 ലക്ഷം രൂപയോളം നഷ്ടം വന്നു. അത് നഷ്ടം വന്നപ്പോൾ എന്നോട് എൻ്റെ പ്രഷറും കണ്ടപ്പോൾ, അതായത് ശരിക്കും 2023 ഫെബ്രുവരി 4-ാം തീയതിയാണ് ഇതിൻ്റെ ലോഞ്ച് നടത്തുന്നത്. 9-ാം തീയതി ആയപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി ഇത് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം അതിനകത്ത് അത്ര സക്സസ് ഒന്നും അല്ലായിരുന്നു. ശരിക്കും അടുത്ത മെയ് മാസം വരെ, ഒരു മെയ് 10 വരെ ഞാൻ ഓഫീസിൽ വല്ലപ്പോഴും പോവും.
എൻ്റെ പ്രഷർ കണ്ടിട്ട് എൻ്റെ വൈഫ് എന്നോട് ചോദിച്ചു, ചേട്ടാ നമുക്കെന്നാൽ ഇത് വേണോ? ഞാൻ പറഞ്ഞടി ഇത് എൻ്റെ ലൈഫിൻ്റെ പർപ്പസാണ്. സാറിന് നമ്മൾ സാറിന് പറഞ്ഞിട്ടുണ്ട് ഇക്കിഗൈ എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഇക്കിഗൈയിൽ എന്താണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് പൈസ കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് ലോകത്തിൻ്റെ നന്മയ്ക്കോ അല്ലെങ്കിൽ വേറൊരാൾക്ക് ആവശ്യപ്രദമാണോ നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ആൻസർ കിട്ടിയിരുന്നില്ല. പക്ഷേ ഈ ഒരു സാധനം എനിക്ക് അതിന് ആൻസർ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പ്ലാറ്റ്ഫോം നമ്മളുണ്ടായി, ഈ ഓൺസൈറ്റർ കൊണ്ടുവരുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ മുതുകാട് സാറിൻ്റെ ഒരു വീഡിയോ കാണുമ്പോഴാണ് ഞാൻ 2022 ഞങ്ങൾ 20th ഇയർ സെലിബ്രേഷൻ നടത്തിയായിരുന്നു. ആ സെലിബ്രേഷനിൽ ഞങ്ങളുടെ എന്നെ ഇടയ്ക്ക് കയറി പോകുന്നുണ്ട് കഥ. കുഴപ്പമില്ല സാറേ, അതിനകത്ത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓരോന്നിനും ഓരോ സ്റ്റേജിൽ നമ്മളിങ്ങനെ ഒരു യാത്ര ചെയ്യണം. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞൊരു യാത്രയാണ്. ഈ യാത്രയിൽ നമുക്കൊരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകണം. അല്ലെങ്കിൽ ഒരു സ്ഥലത്തിറങ്ങി നമ്മളിപ്പോൾ എന്താണ് ഒരു ഫ്ലൈറ്റിന് പോകണമെങ്കിൽ ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങി ഓട്ടോയിൽ കയറി ബസ് സ്റ്റാൻഡിലെത്തി ടാക്സി പിടിച്ച് ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേജിൽ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് നമ്മളെ എത്തിച്ചു വിടാനായിട്ട് ഓരോ ഇതുണ്ടാവും, നിമിത്തങ്ങളുണ്ടാവും. ഇതിൽ നമ്മളെല്ലാം ദൈവവിശ്വാസികളാണ്. അപ്പം ഈശ്വരനെ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല, സാറും കണ്ടിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ പറയുന്ന സാറും ഈശ്വരൻ്റെ ഒരു പ്രതിനിധിയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഓരോ സ്റ്റേജിൽ എന്നെ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആരൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഇങ്ങനെ സഹായിച്ച ആൾക്കാരെ വിളിച്ചിട്ടാണ് ഞാൻ അന്ന് 20th ഇയർ സെലിബ്രേഷൻ നടത്തിയത്. സാറിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറിന് പക്ഷേ അന്ന് ഇവിടെ ഈഗിളിൻ്റെ പരിപാടി നടക്കുന്നത് സാറിനൊന്ന് വരാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ചെയ്തതാണ്. എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നെ ഞാനാക്കിയ എല്ലാവരെയും വിളിച്ചിട്ട് ചെയ്തു. അപ്പോൾ അതിനുശേഷം ഒരു 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് എന്നിട്ടും ഇത് സക്സസ് ആയിട്ടില്ല. എനിക്ക് മനസ്സിലായി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം സക്സസ് ആകില്ല. ആ ഓൺസൈറ്ററിൻ്റെ ലോഞ്ചൊക്കെ നടന്നിട്ടില്ല. അപ്പോൾ ഈ മുതുകാട് സാറിൻ്റെ ഒരു വീഡിയോ കണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം മാജിക് പ്ലാനറ്റ് തുടങ്ങാൻ കാര്യം. അതേപോലെ അന്നേരമാണ് എനിക്ക് പെട്ടെന്ന് കത്തുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും പൈസ നഷ്ടം, മെൻ്റലി ബുദ്ധിമുട്ടുണ്ട്, എന്നിട്ടും ഇതിൻ്റെ പുറകെ ഗുരു സിനിമയ്ക്കകത്ത് മോഹൻലാൽ പോകുന്ന പോലെ ഇങ്ങനെ എന്തിനോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ആരോ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ മോൻ എന്തുകൊണ്ട് എനിക്ക് ജനിച്ചു. അത്രയും അവൻ മിടുക്കനാണ്, സാറും പറഞ്ഞു ഡാൻസ് കളിക്കുക എല്ലാം ഒക്കെയാണ്. പക്ഷേ എന്നാലും അങ്ങനെ ഒരു കുട്ടി ജനിച്ചതിന് കാരണം നമുക്കൊരു കുട്ടി ജനിക്കുമ്പോഴാണ് നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുക, അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുക. ഇങ്ങനെയുള്ള കുട്ടികളുള്ളതുകൊണ്ട്, സ്പെഷ്യൽ ചൈൽഡ് ഉള്ളതുകൊണ്ട് ശരിക്കും മാതാപിതാക്കളുടെ ടെൻഷൻ അവരുടെ കാലശേഷം ഇവൻ്റെ കാര്യം അതാണ് അവരുടെ ഏറ്റവും വലിയ ടെൻഷൻ. അത് നമ്മുടെ ഏറ്റവും വലിയ ടെൻഷനാണ്. അപ്പോൾ ഞാൻ അന്നേരം ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ മുതുകാട് സാറൊക്കെ നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്ക് സ്വന്തമായിട്ടൊരു ഏണിങ്സിനുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. ഇങ്ങനെ ഒരു കുട്ടികൾക്കോ അല്ലെങ്കിൽ കുട്ടികളുണ്ടായിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത മാതാപിതാക്കൾ, ഇവർക്കൊരു സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാകുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണമെന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്നെനിക്ക് തോന്നി. അങ്ങനെ അത് ചെയ്ത് അത് കൊണ്ടുവരണമെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക്, എൻ്റെ ഫാമിലിക്കും ഒരു ഏണിങ്സ് ഉണ്ടാകണം. അതിന് ശേഷമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ബിസിനസ്സിലൂടെ അത് പറ്റും എന്നുള്ള രീതിയിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും വിജയിക്കുന്ന നന്മയുള്ളൊരു കാര്യമാണ്. പക്ഷെ തിരിച്ചടികൾ പിന്നെയും ഉണ്ടായിട്ടുണ്ട് താങ്കൾക്ക്? തിരിച്ചടികൾ എപ്പോഴും കൂടെ ഉണ്ട്. അത് സംരംഭകരുടെ കൂടെ വരുന്ന എന്തായിരുന്നു ആദ്യകാലത്തൊക്കെ തിരിച്ചടികൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് എന്താ വർക്ക് വരുന്നത് പോയി നമ്മുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഉള്ളൂ. പക്ഷേ ഒരു ബിസിനസ് ഒരു സ്റ്റേജിൽ എത്തി കഴിയുമ്പോഴുള്ള തിരിച്ചടി എന്തായിരിക്കും? തീർച്ചയായിട്ടും അത് ധനനഷ്ടമാണ്. ആ ധനനഷ്ടം നമ്മൾക്ക് താങ്ങാൻ പറ്റുന്നതിന് മുകളിലാകുമ്പോഴാണ് ഏറ്റവും പിടിവിട്ട് പോകുന്നത്. അങ്ങനെ പോയൊരു സമയമായിരുന്നു കഴിഞ്ഞ 1 വർഷം മുമ്പ്. അതായിരുന്നു നമ്മുടെ ശരിക്കും ഞാൻ ബിസിനസ് 2ാം തവണ, ആദ്യത്തെ ഒരു തവണ തോന്നിയ കാര്യം ഞാൻ സാറിനോട് പറഞ്ഞു. അതേ രീതിയിൽ ഇനിയും പറ്റുമോ മുന്നോട്ട് പോകാൻ. അപ്പോൾ എൻ്റെ വൈഫിന് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. അവളോട് നമ്മളിപ്പം ടൂർ പോയപ്പോഴൊക്കെ ആണെങ്കിലും ഒത്തിരി തമാശ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് എൻ്റെ വൈഫ് തന്നെയാണ്, അതിനകത്ത് സംശയമില്ല. എല്ലാത്തിനും തന്നെ കട്ടയ്ക്ക് കൂടെയുണ്ട്. അവളോട് പറഞ്ഞടി ഒരു കാര്യം, ഞാൻ നിൻ്റെ സ്വർണവും കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചു, കാരണം സാലറി അടുത്ത മാസം കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല, അപ്പോൾ അതുകൊണ്ട് വേണ്ടി വരും. അങ്ങനെ 2-3 മാസം, ഏകദേശം 2024 മെയ് വരെ അതേ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അത് ഏകദേശം ഒരു 3 കോടിക്ക് മുകളിൽ നമ്മുടെ കയ്യിൽ നിന്ന് പല രീതിയിലായിട്ട് നഷ്ടം സംഭവിച്ചു. അതൊരു വലിയ ഹ്യൂജ്, കാരണം വെച്ചാൽ അന്നത്തേനും ഉണ്ടായിരുന്ന ബാക്കിയുള്ള ബിസിനസ്സൊക്കെ കുറഞ്ഞു വരും. ഈ ഓൺസൈറ്റിൽ കൂടെ ചിലവുകൾ മാത്രമേ ഉള്ളൂ, ഡെവലപ്മെൻറ്റ് മാത്രം, പുതിയ സോഫ്റ്റ്വെയറിൽ നിന്ന് വർക്കൊന്നും വരുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് അവിടെ ഒരു ഇത് വന്നു, കൺഫ്യൂഷൻ. ഞാൻ മനഃപൂർവ്വം നിർത്തുന്നതല്ല, പക്ഷേ നിന്ന് പോകേണ്ടി വന്നേക്കാം. പക്ഷേ അവിടെയും ഈ പറയുന്ന ദൈവം എന്ന് പറയുന്നൊരു ശക്തി ഉള്ളതുകൊണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ പർപ്പസ് അതായതുകൊണ്ടാകാം, ഈ കഴിഞ്ഞ മെയ് മുതൽ പെട്ടെന്നൊരു ചേഞ്ചസ് വന്നു.
പിന്നെ നമ്മളും കുറച്ചുകൂടെ ഏറ്റവും കൂടുതൽ അതിനകത്ത് നന്ദി പറയേണ്ട സാറിനെ പോലെ തന്നെ കുറേ മെൻറ്റേഴ്സ് എനിക്കുണ്ട്. അവരെല്ലാം ഈ സമയത്ത് ഞാൻ നന്നായിട്ട് ഓർക്കുകയാണ്. സാറിൻ്റെ സിസ്റ്റം പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മളുടെ കോർ വാല്യൂ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത വർഷമെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷമാണ്. അതിനകത്ത് ഏറ്റവും എടുത്ത് പറയേണ്ടത് സാർ ഈ വർഷം നമ്മൾ പോയപ്പോൾ സാറ് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാം? ട്രൈബ്. സാറ് ട്രൈബ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം ഞാൻ അറിഞ്ഞോ അറിയാതെ ഇതിലൊരു സാറ് പറഞ്ഞതൊരു 40 അല്ലെങ്കിൽ 50% നമ്മൾ ഓൾറെഡി അത് ചെയ്യുന്നുണ്ടായിരുന്നു. പോയിൻറ്റിങ് സിസ്റ്റം ഇല്ല, ഇതൊരു തമ്മിൽ എപ്പോഴാണ് ഇവർ തമ്മിലുള്ള ആ ഒരു ട്രൈബ് എന്ന് ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പോയിക്കൊണ്ടിരുന്ന എല്ലാതാണ്. അപ്പം ബാക്കിയും കൂടെ ഞാൻ ചെയ്തിട്ട് അതും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഓരോ സമയത്ത് അടുത്ത സ്റ്റേജിലേക്ക് നമ്മുടെ കൂടെ സാറിനെ പോലെയുള്ള ആൾക്കാരുള്ളതാണ് എൻ്റെ ബലം. അപ്പോൾ ഇതാണ് ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്, കമ്പനിയെ നമ്മുടെ ടീമിനെ വളർത്തിക്കൊണ്ടുവരിക. അതിൽ നിന്ന് ഒരു 100 പേരെ അടുത്ത 3 വർഷത്തിനുള്ളിൽ സാർ തന്നെ പറഞ്ഞൊരു വാക്കാണ് ഇൻട്രാപ്രണർ. അത് തന്നെ, ആ ഇൻട്രാപ്രണർ എന്നുള്ള കൺസെപ്റ്റ് ഞാൻ അതിൻ്റെ ടീമിനോട് എപ്പോഴും പറയാറുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഇതായിട്ട് 11 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അതിനെ 3 വർഷം കൊണ്ട് ഒരു 100 പേര് അവരെ സംരംഭകർക്ക് തുല്യമാക്കി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അവിടെയാണ് താങ്കൾക്ക് ഞാനും എൻ്റെ ഈഗിൾ കമ്മ്യൂണിറ്റിയുടെ പേരിൽ നന്ദി പറയാനുള്ളത്. കാരണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല സോഫ്റ്റ്വെയർ, ഈഗിൾ സോഫ്റ്റ്വെയർ താങ്കളാണത് ഡെവലപ്പ് ചെയ്തത്. വളരെ സന്തോഷമുണ്ട്. അത് ആ ഒരു ബിസിനസ്സിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാം. അത് എനിക്ക് തോന്നുന്നത് നമ്മൾ കഴിഞ്ഞ തവണ ബാക്കു ദുബായിലോട്ട് പോയിട്ട് ഫ്ലൈറ്റിനകത്തിരുന്ന് സാറിൻ്റെ നേരെ ഫ്രണ്ടിലിരിക്കുന്നു. ഇത്തവണ സാറിൻ്റെ വലത് സൈഡിലായിരുന്നു. നമ്മളടുത്ത് അങ്ങോട്ട് അറിയാതെ വന്നപ്പോൾ അന്ന് ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ നമ്മളൊരു ആപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, അത് കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ സാറിനില്ല, അപ്പോൾ ഞാൻ ഒരെണ്ണം ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല, ഷിജു ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നിട്ടത് നമ്മളത് ചെയ്യാനായിട്ട് അന്ന് സ്റ്റാർട്ട് ചെയ്തില്ല. പക്ഷേ അടുത്ത കഴിഞ്ഞ ജനുവരി സാർ നമ്മൾ ചെയ്ത ഈഗിൾ ബിസ്കോൺ ചെയ്ത സമയത്ത് അതിന് ലോഞ്ച് ചെയ്യാൻ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത് അന്ന് ലോഞ്ച് ചെയ്താലോ എന്ന് ചോദിച്ചു. അങ്ങനെ പെട്ടെന്ന് അത് ഇതാക്കുകയും അതിന് ആ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളത് ചെയ്ത് അന്നത് ലോഞ്ച് ചെയ്തു. പക്ഷേ അന്ന് ആ ലോഞ്ച് ചെയ്ത് കണ്ടിട്ട് എനിക്കൊരു ഓർഡർ കിട്ടി സാർ. അത് നമ്മുടെ ചേംബർ ഓഫ് കൊമേഴ്സ് തൃശ്ശൂർ, നമ്മുടെ വേറെ ആരുമല്ല, നമ്മുടെ പ്രോഗ്രാം നടത്തിയ ആൾ തന്നെയാണ്. അദ്ദേഹം അത് പറഞ്ഞ് ആ ഒരു കോൺഫിഡൻസിലാണ് ആ ഒരു വർക്ക് കിട്ടിയത്. അപ്പോൾ അത് വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. അവരുടെ MVP, അതായത് നമ്മൾ ആ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ജോസുവാനും അത് തന്നെ അത് വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഒരു ഏകദേശം ഒരു 8-10 ആപ്പോളം ഞങ്ങളിപ്പോൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അതുകൂടാതെ ഒരു US പ്രൊജക്റ്റ് ഉണ്ട്, ഓസ്ട്രേലിയൻ പ്രൊജക്റ്റ്. സഹായിക്കാൻ ആരെങ്കിലും കൂടെ വന്നോ? ഇപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാനൊരു ഹരിയുടെ കേസ് സാറിനോട് പറഞ്ഞു. തുടക്കത്തിൽ ആദ്യത്തെ ഫസ്റ്റ് എൻ്റെ കൂടെ കൂടുന്നോന്ന് ചോദിച്ച ആൾ ഇദ്ദേഹത്തെ ഞാനൊരു 1.5 വർഷം മുമ്പ് ഈ ഓൺസൈറ്റ് ഒന്നും ആകുന്നില്ല, ഒരു ടെൻഷനാണോ ഈ സമയത്ത്, അതൊന്ന് റെഡിയാക്കി തരാനായിട്ടൊരു ചെറിയ സ്പാനറുമായിട്ട് വരുമോ എന്നുള്ളത് ചോദിച്ചിരുന്നു. പുള്ളി എന്നൊരു US കമ്പനി വർക്ക് ചെയ്യാണ്. അതിന് മുമ്പ് അദ്ദേഹം ഒരു 14 വർഷത്തോളം കൊഗ്നിസെൻ്റ് എന്ന് പറയുന്ന കമ്പനിയിലായിരുന്നു, അതിലെ VP ആയിരുന്നു. അദ്ദേഹം വന്നിട്ട് റെഡിയാക്കാൻ നോക്കിയിട്ടാണ് പറഞ്ഞത് നമുക്ക് പറ്റില്ല, അത് മൊത്തം മാറ്റി ചെയ്യണം. ഞങ്ങളാണ് 65 ലക്ഷം രൂപ പോയെന്ന് പറഞ്ഞാൽ നമ്മളതിനെ രണ്ടാമത് വളരെ സ്ട്രക്ചേർഡായിട്ട് വളരെ എത്ര രീതിയിൽ വേണമെങ്കിലും സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ ഉള്ള പ്ലാറ്റ്ഫോമാണ് ഇപ്പം ചെയ്തേക്കുന്നത്. ഇതിന് ഏത് വെർട്ടിക്കലിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ആ രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഹരികുമാർ എന്നാണ്, അതായത് ആലുവക്കാരനാണ്. ഇപ്പം ഞങ്ങൾ എൻ്റെ കൂടെ പാർട്ണറായിട്ട് നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ കുറേ നല്ല പ്ലേയേഴ്സ്, സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പെർഫോമേഴ്സ് ഇപ്പം നമ്മുടെ കൂടെയുണ്ട്. 80-20 എന്നാണെങ്കിൽ ഇപ്പം നമുക്ക് 80% ആൾക്കാരും നല്ല പെർഫോമേഴ്സാണ്. അപ്പോൾ അങ്ങനെ വളരെ നന്നായിട്ടത് പോകുന്നുണ്ട്. ഭാവി സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് സാർ? ഞാൻ പറഞ്ഞില്ലേ, ഈ ഇക്കിഗയിൽ ഒരു നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. കാരണം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടി. അപ്പോൾ എൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എനിക്ക് അതുമായിട്ട് മുന്നോട്ട് പോകണം, ആ സോഫ്റ്റ്വെയറായിട്ട് മുന്നോട്ട് പോകണം. അപ്പം എൻ്റെ ഫാമിലി എൻ്റെ കൂടെ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാറ് ഷെഫീഖിനെ അറിയാമായിരിക്കും. തീർച്ചയായിട്ടും ഷെഫീഖ് സാറിൻ്റെ വിങ്സിനകത്ത് ഉള്ളതാണ്. ഷെഫീഖ്, ജിതേഷ്, ഇവരൊക്കെ 10 വർഷത്തിന് മുകളിലായിട്ടുള്ള ഒരു 3-4 പേര് എൻ്റെ കൂടെ ഉണ്ട്. ഇവരുടെ 20-21 വയസ്സിൽ എൻ്റെ കൂടെ വന്ന് ഇപ്പം 30-35 വയസ്സായി. ഇനിയും കഴിയുമ്പോഴത്തേനും ഇവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടാകും, ഗ്രോത്ത് ഉണ്ടാകണം. അപ്പോൾ അതിനാണ് സാറ് തന്നെ പറഞ്ഞ ഇൻട്രാപ്രണർ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്ന് ഇവർക്ക് നമ്മളുടെ ഇതുകൊണ്ട് തന്നെ ജീവിക്കാൻ പറ്റണം, പ്ലസ് എൻ്റെ ഈ പർപ്പസ് നടക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഇന്ത്യ വേൾഡ് മുഴുവൻ ഈ പ്ലാറ്റ്ഫോം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ ആ സ്ട്രക്ചർ തന്നെ ഒന്ന് മാറ്റിയിട്ട് MGC ഗ്രൂപ്പ് എന്നാണ് ഞങ്ങളുടെ കമ്പനി ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. MGC ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്
മാക്ടൺ ഗ്ലോബൽ കൺസൾട്ടൻസി എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനി, GKS ഇൻഫോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സൈബർ സെക്യൂരിറ്റി ക്ലൗഡ് ഇത് ബിസിനസ് ചെയ്യുന്നൊരു കമ്പനി, പിന്നെ എൻ്റെ എൻ്റെ ആദ്യത്തെ കൊച്ച് കോംടെക് സിസ്റ്റംസ്. ഇത് മൂന്നും കൂടെ ചേർന്നുള്ളതാണ് NGC ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. അതൊരു IT ഇൻഫ്ര അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഇതിനകത്തൊരു 360 ഡിഗ്രിയിൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നൊരു ഇതായിട്ട് ഒരു 1000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന കമ്പനിയായിട്ട് നമ്മളുടെ 2035 വരണമെന്നാണ് ആഗ്രഹം. ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം. ടെക്നോളജി മാറുന്നതിനനുസരിച്ചിട്ട് ഒരു 2028 വരെയുള്ള പ്ലാനിങ് ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. 30ലേക്ക് 35 എവിടെ എത്തണമെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് ടെക്നോളജി ഇപ്പം കൊണ്ടുവരണം, ഞങ്ങൾ AI ഇപ്പോൾ ഏറ്റവും കൂടുതൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജികളുള്ള ഫുൾ സ്റ്റാക്കിലുള്ള എല്ലാ ഡെവലപ്പേഴ്സും അങ്ങനത്തെ ആൾക്കാരും ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബെസ്റ്റ് ആൾക്കാരെ കൊണ്ടുവരിക. അവർക്ക് എല്ലാ തരത്തിലുള്ള ട്രെയിനിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്താണ് ഞാൻ ടൈഗർ എന്നുള്ള കോർ വാല്യൂ, സാറിന് അറിയാം, ട്രാൻസ്പെറൻസി, ഇൻറ്റഗ്രിറ്റി, ഗ്രാറ്റിറ്റ്യൂഡ്, എംപവർമെൻറ്റ്, റെസ്പെക്റ്റ്. അല്ല, എംപവർമെൻറ്റ് എന്നുള്ള സംഭവം വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. ട്രെയിനിങ്ങുകൾ കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ എംപവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധി സംരംഭകരും സംരംഭകമോഹികളുണ്ട്. വളരെ അടുത്തറിയുന്നൊരു സഹോദരൻ നൽകി ഞാൻ ചോദിക്കുകയാണ്, ഞാൻ താങ്കളിൽ കണ്ടൊരു പ്രത്യേകത, തിരിച്ചടികൾ നിരവധി ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. തുടക്കം തൊട്ട് തന്നെ ചിലപ്പോൾ ആദ്യത്തെ പടി എടുത്ത് വെച്ച് നിലത്ത് വീണ് വാച്ച് പൊട്ടി എന്ന് പറയുന്നതിന് ഈ 3 കോടി നഷ്ടം ഉണ്ടായി എന്ന് പറയുന്ന പോലെയൊക്കെ തന്നെ ഇവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൊരു ഷിജു മറ്റുള്ളവരെ ചിരിക്കുന്ന, സ്വയം സെൽഫ് മോട്ടിവേറ്റഡായി ഏത് സമയം നോക്കിയാലും എനർജറ്റിക് ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെയാണ് ഇത്രയും പോസിറ്റിവിറ്റി സ്വയം ഉണ്ടാക്കാൻ സാധിക്കുന്നത്, മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നത്? സാർ, ഞാൻ ജീവിക്കുന്നത് സന്തോഷിക്കാൻ വേണ്ടിയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് സന്തോഷിക്കണമെങ്കിൽ എൻ്റെ ചുറ്റും നിൽക്കുന്നവർ സന്തോഷിക്കുന്നവരായിരിക്കണം. അപ്പം നമ്മൾ റേഡിയോ മാംഗോ ട്യൂൺ ചെയ്താൽ നമുക്ക് ഇതാണ് കിട്ടുന്നത്. അപ്പം ഞാൻ അത് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുക. അപ്പം ഞാൻ ചെന്നെടുത്തുന്ന സാറിനെ പോലുള്ള ഇതേ മെൻറ്റാലിറ്റിയുള്ള മറ്റുള്ളവർക്ക് എനർജി ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്ന അതൊക്കെയാണ്. കഴിഞ്ഞ പ്രാവശ്യം സാറിന് മറന്നുപോയില്ലെന്ന് എനിക്കറിയാം, ബാക്കു ദുബായ് പോകുന്ന സമയത്ത് സാറിൻ്റെ വൈഫിൻ്റെ ഒരു സർജറിയുടെ സമയമാണ്. നമ്മളാരും അത് അറിയുന്നുണ്ടായിരുന്നില്ല. സാറ് ഞങ്ങളെ സന്തോഷിപ്പിക്കുക, അല്ലെ ഞങ്ങൾക്ക് ചാർജ് ചെയ്ത് തരുന്ന അതേ ഈ വർഷമാണ് സാറിന് കാലിന് നീരാണ്, പക്ഷേ സാർ ഏറ്റവും കൂടുതൽ സമയം നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. ഇതൊക്കെ നമ്മൾ കണ്ടിരിക്കുക. അപ്പം ഞാൻ എൻ്റെ മൈൻഡ് എനിക്ക് സന്തോഷിക്കണം, എനിക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം, ഞാൻ ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഞാൻ ചെന്നെത്തുന്നതൊക്കെ അങ്ങനെയുള്ള ആൾക്കാരിലേക്കാണ്. അപ്പോൾ ശരിക്കും എൻ്റെ ഇതല്ല, എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്കും അങ്ങനെ ആകാൻ പറ്റുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങൾ കേട്ടു ഷിജു കെ ബാലൻ എന്ന ഈ സംരംഭകൻ്റെ യാത്ര. വളരെ ചെറിയ ഒരു ജോലിയിൽ തുടക്കം, ചെറിയൊരു ശമ്പളത്തിൽ നിന്നാണ് അദ്ദേഹം തുടങ്ങിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ നന്മ കൊണ്ടായിരിക്കാം അദ്ദേഹം എത്തിപ്പെടുന്നതെല്ലാം സുരക്ഷിതമായ കരങ്ങളിലാണ്. എവിടെയൊക്കെയോ ദൈവത്തിൻ്റെ കരങ്ങൾ, എവിടെയൊക്കെയോ ഒരു സ്പർശനം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളും അത് പ്രശ്നങ്ങളല്ല എന്നുള്ള തിരിച്ചറിവാണ്. അതൊരു ചാലഞ്ചാണ്. നമ്മുടെ മുന്നിൽ ദൈവം വയ്ക്കുന്ന ഒരു ചെക്കാണ്, ഒരു ചെക്ക് മേറ്റ് എന്ന് പറയുന്ന പോലെ. അതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തിന് നല്ല ബന്ധങ്ങളും സൗഹൃദങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാം. അതുകൊണ്ട് തന്നെ തിരിച്ചടികളൊന്നും അദ്ദേഹത്തെ തളർത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ പേർപ്പസ് നമ്മുടെയൊക്കെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒന്നാണ്. ജീവിതത്തിനൊരു പർപ്പസ് ഉണ്ടാകുമ്പോഴാണ് നമ്മളെ അത് മുന്നോട്ട് നയിക്കുന്നത്. എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, വലിക്കുന്നു, വരുന്നു, എന്തോ ചെയ്യുന്നു, തിരിച്ചുറങ്ങുന്നു, അതല്ലല്ലോ ജീവിതം. നമുക്കൊരു പർപ്പസ് ഉണ്ടാവും എന്നുള്ള ആ പർപ്പസിനൊരു നന്മയുണ്ട്. നന്മ എന്ന് പറയുന്നത് നമ്മളെ ദൈവങ്ങൾ ചില കുഞ്ഞുങ്ങളെ നമ്മുടെ കയ്യിലോട്ട് തരും. അവർ സ്പെഷ്യൽ ചൈൽഡ് എന്ന് വിളിക്കാം, നമുക്ക് എന്ത് വേണേൽ വിളിക്കാം. അവരെ പോലെ മിടുക്കന്മാരും മിടുക്കികളായ കുഞ്ഞുങ്ങൾ ലോകത്തുണ്ടാവില്ല. ആ കുഞ്ഞുങ്ങളെ സുരക്ഷിതമാക്കാനും അവരുടെ കുടുംബങ്ങളെ സുരക്ഷിതമാക്കാനും അതൊരു ലൈഫ് പർപ്പസ് തന്നെയാണ് ഷിജുവിന്. അതിനോടൊപ്പം തന്നെ കൂടെയുള്ളവരെ വളർത്തി അവരെ ഇൻട്രാപ്രണറാക്കുക എന്ന് പറയും. എന്ന് വെച്ചാൽ സംരംഭം നടത്തുന്നവർ മനസ്സിലാക്കേണ്ടത് നമ്മളോളം വളർന്ന് നമ്മളെക്കാളും വളരണമെങ്കിൽ നമ്മളോളം വളർത്തിക്കൊണ്ട് വരണം. അതിനെയാണ് ഇൻട്രാപ്രണർ എന്ന് പറയുക. ഓൺട്രപ്രണറിൻ്റെ മറുവാക്കാണ്. ഒരു ജീവനക്കാരൻ വളർന്ന് നമ്മളോളം വളരുമ്പോൾ ഇൻട്രാപ്രണർ എന്ന് വിളിക്കും. ഇൻട്രാപ്രണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. കൂടെ അദ്ദേഹത്തിന് നല്ല വിശ്വസ്തരായ നല്ല പെർഫോമൻസ് ആയിട്ടുള്ള ഒരു ടീം ബാക്കപ്പ് ചെയ്യാനുണ്ട്. തിരിച്ചടികൾ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വീണ് കിടക്കുന്ന അവിടെ തന്നെ കിടന്നാലേ തോൽക്കുന്നുള്ളൂ, എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വിജയിക്കുകയാണ്. ഷിജു, വളരെ ഇൻസ്പയറിംഗ് ആണ് താങ്കളുടെ സ്റ്റോറി. താങ്ക് യു സർ. എന്നും ഞാൻ കണ്ടുമുട്ടിയ നാൾ തൊട്ട് എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയൊരു വ്യക്തിത്വമാണ്. എനിക്ക് തോന്നുന്നു ഒരു 8 ദിവസം നമ്മളെല്ലാവരും കൂടി
ചൈന യാത്രയിൽ ഏറ്റവും അധികം എല്ലാവരെയും ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്ത വ്യക്തി താങ്കളായിരിക്കാം, വളരെ സന്തോഷത്തോടുകൂടി. എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മളെല്ലാവരും പല പല പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മറന്നുകൊണ്ടാണ്. അപ്പോൾ ജീവിതം അതാണ്. ഇനിയും പലരെയും ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും അതോടൊപ്പം തന്നെ താങ്കളുടെ പർപ്പസ് അതങ്ങനെ തന്നെ എത്താനും ഒക്കെ സാധിക്കട്ടെ. അതിനോടൊപ്പം താങ്കൾക്ക് താങ്കളുടെ നല്ല സ്ട്രോങ് പില്ലറായി വൈഫ് കൂടെയുണ്ട്. അതിനേക്കാളും വലുത് വേറൊന്നും വേണ്ട. നല്ലൊരു കുഞ്ഞുങ്ങളെ ദൈവം തന്നിട്ടുണ്ട്. നല്ലൊരു ട്രൈബ് കൂടെയുണ്ട്. അതിനോടൊപ്പം നല്ല സംരംഭക സുഹൃത്തുക്കളും ഉണ്ട് താങ്കളുടെ കൂട്ടത്തിൽ. താങ്കൾ കണ്ട സ്വപ്നങ്ങളൊക്കെ പൂവണിയട്ടെ. എല്ലാ ആശംസകളും എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ ഈഗിൾ ട്രൈബിൻ്റെ പേരിലും അതോടൊപ്പം തന്നെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും.